പോഷനെ ഉരലിട്ട് അവല് പോലെ ഇടിച്ചാലും അവൻ്റെ പോഷത്വം മാറുകയില്ലെന്ന് ഞാൻ എഴുതിയതല്ല, സദൃശവാക്യത്തിലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളിവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ചോറ് പോലും കളയരുത്, അത്യാവശ്യമാണ്. വിശേഷിച്ച് പിള്ളേർ കഴിക്കുമ്പോൾ അമ്മമാരവിടെ ഇരുന്ന് വർത്താനം പറയരുത്, കൊണ്ട് കഴിച്ചോ എന്നും പറഞ്ഞ്. നിങ്ങളുടെ പിള്ളേരുടെ സ്ഥിതി, രീതി, സ്വഭാവം ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നത്. അപ്പോൾ അത് കുഞ്ഞുങ്ങളുടെ അടുത്തിരുന്ന് വാരിക്കൊടുക്കേണ്ട കുഞ്ഞുങ്ങളാന്നേ വാരിക്കൊടുക്കുക, അടുത്തിരുന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടതെന്നേ ചെയ്യിപ്പിക്കുക. ഒരു ചോറ് കളയരുത്. ഇവിടെ ഇത് എല്ലാ ആഴ്ചയിലും ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ട് വിശപ്പടക്കിയായി എല്ലാവരും പോകുന്നത്. പക്ഷെ ഇത് വെറുതെ ലഭിക്കുന്ന അനേകം ദൈവമക്കൾ, ഞാൻ ശുശ്രൂഷയിലൊക്കെ ചെല്ലുമ്പോൾ ദൈവമക്കൾ തരുന്നതാണ്, അല്ലാതെ സ്പോൺസർ ചെയ്യുന്നവരും ഉണ്ട്. അപ്പം ആര് ചെയ്താലും അതിന് ഒരു ചോറിന് വിലയുള്ളതാണ്. ഒരു ചോറ് പോലും കളയരുത്. എനിക്ക് വളരെ ബുദ്ധിമുട്ടും പ്രയാസമാണ്. ഞാൻ ആഹാരം കഴിക്കുമ്പം എൻ്റെ കൂടെ കഴിച്ചിട്ടുള്ളവർക്ക് ഇരുന്നുള്ള ഒരു ചോറ് ഡൈനിങ് ടേബിളിൽ വീണാൽ ഞാനത് എടുക്കും, കളയത്തില്ല. കാരണം ഒരു ചോറിൻ്റെ വില ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ചോറ് പോലും കളത്. നിങ്ങളുടെ പ്ലേറ്റ് കൊണ്ടുവരുമ്പം അത് കല്യാണത്തിനൊക്കെ പോയി ഇതൊക്കെ വലിയ ശാപം ഉണ്ടാക്കുന്ന കാര്യമാണ്. വേണ്ടയിലും ആവശ്യമില്ലേലും എല്ലാം മേടിച്ച് അങ്ങ് ഇട്ട് കുഴയ്ക്കുന്ന കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. നമ്മുടെ സ്ഥിതി നമുക്കറിയാം. അപ്പം അത് ആവശ്യമുള്ളത് നോക്കണം. നമുക്കിഷ്ടപ്പെട്ടത് ഇത് കഴിക്കുമോ അത് മാത്രം മേടിക്കുക. അത് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യണം, കളയരുത്. കളഞ്ഞാൽ ഒരു ചോറിന് നീ കിടന്ന് കൊതിക്കും. അങ്ങനെയൊക്കെ കളയുന്ന ആൾക്കാർ അവസാനം മെഡിക്കൽ കോളേജിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടില്ലേ? ഇച്ചിരി ചൂട് കഞ്ഞി കിട്ടിയാൽ കൊള്ളാന്ന്. ഇടവരുത്തരുത്, അതിനായി പറയുന്നത്. അത് ഇതെല്ലാം വിലയുള്ളതാണ്, എല്ലാ കാര്യവും. ചോറ് തന്നെ എല്ലാ കാര്യവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് വീണ്ടും വീണ്ടും കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ഇത് പറഞ്ഞെന്നോർത്ത് വാവച്ചേ നമുക്ക് ഇവിടുത്തെ ചോറും വേണ്ട പോയേക്കാന്നും പറഞ്ഞ് പോകരുത്. അങ്ങനെ പോയാൽ പിന്നെ ഇങ്ങോട്ട് വരികയും ചെയ്യരുത്. ഈ കാര്യവും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു വാക്യം വായിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ച് വേഗത്തിൽ നിർത്തുവാൻ കർത്താവ് ശരണപ്പെടുന്നത്. എല്ലാവർക്കും പരിചിതമായ ഒരു വാക്യം, യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം. പരിചിത വാക്യമാ, പെട്ടെന്ന് വായിച്ചു. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല മധ്യാഹ്ന വേളയ്ക്കായി സ്തോത്രം. ഒന്നിച്ച് ആരാധിപ്പാൻ അവസരം നൽകി അതിഥികളായിട്ടൊക്കെ വന്ന പ്രിയപ്പെട്ടവരെ ആശ്രയിച്ച് നല്ല സാക്ഷ്യങ്ങൾ, ദൂതുകൾ, പ്രബോധനങ്ങൾ കേൾപ്പിച്ചതിന് സ്തോത്രം. തുടർന്ന് കൃപ ചൊരിയണം. ഓൺലൈനിലുള്ള പ്രിയപ്പെട്ടവരെയും ബലപ്പെടുത്തിയാട്ട് സന്നിധി ബോധം നൽകണം. പുത്രനെയും മഹത്വപ്പെടുത്തണമേ, ക്രിസ്തുവേശുവിൻ നിസ്തുല്യനാമത്തിൽ തന്നെ. ആമേൻ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റാം. ഇനി ഉലകത്തിൽ വസിക്കുവാൻ ഗതിയില്ലാത്ത ഗതി ഞാൻ, ഇണയില്ല കൂറും പ്രാവ് പോലെ പകൽ ഞരകുന്നു സൂര്യൻ ഞരകുന്നു ലോകന്റെ മാന അളവേ എന്നിൽ കലിഞ്ഞവനെ നിന്റെ വരവിനു താമസമേറെയാകുമോ വരവിനു താമസമേറെയോ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രവചന പുസ്തകങ്ങളിലെ വലിയ പ്രവാചക പുസ്തകങ്ങളിലെ പ്രധാനപ്പെട്ട പുസ്തകമായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 അധ്യായം. വേദപുസ്തകത്തിന് 66 അധ്യായം ഉള്ളതുപോലെ ഈ പുസ്തകത്തിനും 66 അധ്യായം. സുവിശേഷ പ്രവാചകൻ എന്നാണ് ഇദ്ദേഹത്തെ സാധാരണ വേദപണ്ഡിതാക്കൾ പരിചയപ്പെടുത്തുന്നത്. കാരണം സുവിശേഷം അത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, ശുശ്രൂഷകൾ, യാത്ര, കഷ്ടാനുഭവങ്ങൾ, പങ്കപാടുകൾ, അവിടുത്തെ തിരുമരണം, അവിടുത്തെ അടക്കം, അവിടുത്തെ ഉയർപ്പ്, അവിടുന്ന് പ്രത്യക്ഷത, സ്വർഗാരോഹണം, വീണ്ടും വരവ്, 1000 ആണ്ട് വാഴ്ച, ഇതെല്ലാം അടുക്കടുക്കായിട്ട് പ്രവചിച്ച പ്രവാചകനായ യെശയ്യാവ്. ഇന്നത്തെ പ്രവാചകന്മാരെ പോലല്ല. തെക്ക് വശത്ത് പുളിയുണ്ടോ, വാഴയുണ്ടോ, എന്തോ ഒന്ന് കാണുന്നു, അവർക്ക് തന്നെ തിട്ടമില്ല. ചള്ളും പൊട്ട് വന്നു അല്ല പറയുന്നത്, കറക്റ്റ് കാര്യമാണ് പറഞ്ഞ്. അപ്പൊ ഇദ്ദേഹത്തെ സുവിശേഷ പ്രവാചകൻ. യേശുക്രിസ്തുവിന്റെ തിരുജനനം, കന്യക ഗർഭിണിയായി, അതെല്ലാം കൃത്യമായിട്ടാണ് പറഞ്ഞത്. 9-ാം അധ്യായത്തിൽ നമുക്കൊരു ശിശു
ജനിച്ചിരിക്കുന്ന ഒരു മകൻ നൽകുക. എന്നിട്ട് ആ വിശേഷപ്പെട്ട വ്യക്തിയുടെ വിശേഷതകളാ താഴോട്ട് എല്ലാ ഭാഗവും എടുക്കുന്നില്ല. സുവിശേഷ പ്രവാചകൻ. അതെ, നമ്മൾ 59 അധ്യായം പ്രാരംഭവാക്യമാണ് വായിച്ചത്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ വിസ്തരിച്ച് പ്രസംഗിക്കുന്നില്ല. ദൈവപൈതലെ, ഞാനും നീ സേവിക്കുന്ന ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ കൈ കുറുകും, നമ്മുടെ കൈ ചിലപ്പോൾ ചുരുങ്ങിപ്പോകും, നമ്മുടെ കൈക്ക് ഭാരം വരും, നമ്മുടെ കൈ തളർന്നു പോകും, നമ്മുടെ കൈക്ക് പ്രയാസം വരും. പക്ഷേ നിന്നെ വിളിച്ച് രക്ഷിച്ച് അവനെ വീണ്ടെടുത്ത നിന്റെ ദൈവത്തിന്റെ കൈക്ക് ഒരു കുഴപ്പവുമില്ല. ദൈവത്തിന് മകത്ത് രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. ഇന്ന് രാത്രി ഈ പകൽ നമ്മെ വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം. എല്ലാ ഭാഗങ്ങളും എടുക്കുന്നില്ല. ആമൻ. മത്തായി സുവിശേഷത്തിൽ വായിക്കുന്ന, അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനോട് പറഞ്ഞു, ഗുരു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. കുഷ്ഠരോഗിയുടെ പ്രമാണമൊക്കെ ലേവ്യ പുസ്തകത്തിലുണ്ട്. പാളയത്തിന് വെളിയിലായിരിക്കണം, അടുക്കരുത്. ഇവനെ കണ്ടാൽ എല്ലാവരും ഓടും, അശുദ്ധനെന്ന് പുലമ്പണം, തുപ്പണം. അത് എല്ലാവരാലും വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ട് അവൻ ആരാലും മാനിക്കപ്പെടാത്ത വ്യക്തിയാ കുഷ്ഠം. അത് പാപത്തിന്റെ കുഷ്ഠവും. ഇങ്ങനെ നിരാശകളുടെ പടുകുടി കിടന്ന ഈ മനുഷ്യൻ ഒടുവിൽ, എൻ്റെ ഭാഷയാ, അറ്റ കൈക്ക് വന്ന് ചോദിക്കുക, യേശുവേ, നിനക്കെന്നോട് മനസ്സുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു, അവന്റെ കുഷ്ഠം മാറി. ദൈവത്തിന്റെ കൈയുടെ പ്രത്യേകത രോഗശാന്തി തരുന്ന കരമാണ്. ഇന്ന് പകൽ വേളയിൽ രോഗപീഠകളിൽ ആരെങ്കിലും ഈ ഹോളിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് മാറാരോഗമാണെങ്കിലും, തീരാവ്യാധി അല്ല, ക്യാൻസറോ ബ്രെയിൻ ട്യൂമറോ ഹാർട്ട് അറ്റാക്കോ ഷുഗർ കൂടികളോ കിഡ്നി പ്രോബ്ലമോ എന്തും ഇന്ന് രാത്രി ഈ പകൽ വേളയിൽ നിന്നെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കൈ കുഷ്ഠരോഗിയെ തൊട്ടകരം സാമൻ സ്വന്തം കുറുകിപ്പോയിട്ടില്ല. ഈ പകൽ പ്രാർത്ഥന, കർത്താവേ, അവിടുത്തെ തൃക്കര എൻ്റെ മേലൊന്ന് വെക്കണം. അവിടുത്തെ തൃക്കരം നിന്റെ മേൽ വെച്ചാൽ നിനക്ക് പൂർണ്ണ വിടുതല. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് സൗഖ്യത്തിന്റെ ഉറവിടമാ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു. ഇന്ന് പകൽ വേളയിൽ സൗഖ്യമാക്കുന്ന യേശു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽ നമ്മെ വിടുവിക്കുന്ന യേശു. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. ഞാൻ എപ്പോഴും പറയും, അനുസരിക്കുന്ന ദൈവമക്കൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. ദൈവത്തെയും ദൈവവചനത്തെയും ദൈവസഭയെയും ദൈവിക ശുശ്രൂഷകളെയും ദൈവ പ്രമാണങ്ങളെ അനുസരിക്കുന്ന ദൈവമക്കൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. എന്നാൽ ദൈവത്തോടും ദൈവവചനത്തോടും ദൈവിക ശുശ്രൂഷയോട് മറുത്ത് മത്സരിക്കുന്നവർക്ക് ഈ കാര്യം ന്യായവതിയുടെ കരമാണ്. ധാരാളം തെളിവുകളുണ്ട്, ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ആർക്കും ഇത് ഭാരമായി വരരുത്. നമുക്ക് നമ്മുടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും വന്നവർക്കും കേൾക്കുന്നവർക്കെല്ലാം ഇത് അനുഗ്രഹത്തിന്റെ കരമാകണം. പ്രൈസ് ദി ലോർഡ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ, കുഷ്ഠരോഗിയെ തൊട്ട് ശുദ്ധമാക്കിയ കർത്താവിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. 3 ദിവസം മുഴുവൻ വചനം കേൾക്കുന്ന ദൈവമക്കൾ അവസാനം പറഞ്ഞു, ഇവരെ പറഞ്ഞു വിട്, ഭക്ഷണമൊന്നുമില്ല, ഇവിടെ പീടിയൊന്നുമില്ല, ചായക്കടയൊന്നുമില്ല, പറഞ്ഞു വിടാൻ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ? അയ്യോ, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. കർത്താവ് സർവജ്ഞാനിയില് 1 മില്യൺ ചോദിച്ചും പറഞ്ഞു, ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പവും യവത്തപ്പമാ, 5 അപ്പവും ചെറുമീൻ 2 എടുത്ത് വാഴ്ത്തി, 5 അപ്പവും ചെറുമീൻ 5000 സംതൃപ്തി ഏകിയൊരു 5000 ഓ യേശുനായക വാഴ്ക ജീവദായക നിരന്തം യേശുനായക. എനിക്ക് തൊണ്ട അടഞ്ഞിരിക്കുക. ഇച്ചിരി ബത്തപ്പാടും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ പതിവിന് വിരുദ്ധമായിട്ട് വെളുപ്പിന് എഴുന്നേറ്റ്. ഇന്നലെ കഴിഞ്ഞ് പ്രാർത്ഥനയും സ്വോത്ര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് രാവിലെ 2-3 ശവസംസ്കാരത്തിൽ പങ്കുകൊള്ളണമായിരുന്നു. നമ്മുടെ ചെങ്ങാറമലയിലെ രായിച്ചാൻ്റെ ജ്യേഷ്ഠൻ്റെ മകള് ഇവിടെ പ്രാർത്ഥിച്ചു. 28 വയസ്സ് പ്രസവത്തോടു കൂടി ആ പ്രിയ മകള് ദൈവസന്നിധി ചേർക്കപ്പെട്ടു. അപ്പനും അമ്മയ്ക്കും ഒരു മോളെ ഉള്ളായിരുന്നു. ആ മകളുടെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ഒരു കുഞ്ഞിനെ
ഉദരത്തിൽ കൊടുത്തു. എന്നാൽ പ്രസവത്തോടു കൂടി ആ മകള് ദൈവസന്നിധി ചേർക്കപ്പെട്ട് കുഞ്ഞ് ഇപ്പോഴും അവിടെ ഇൻക്യുബേറ്ററിൽ വെച്ചിരിക്കുകയെന്ന് പറയുന്നു. എന്നോട് രായിച്ചാൻ പറഞ്ഞത് ഇച്ചിരി പ്രയാസമുണ്ടെന്ന്. ആ കുഞ്ഞിനെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. രാവിലെ അവിടെ ശവസംസ്കാരത്തിൽ ചെന്ന് ഇന്നലെ വെളുപ്പിനെ പോയി പങ്കുകൊണ്ടു. അതിനുശേഷമായിട്ട് നമ്മുടെ മുണ്ടക്കയം സെൻട്രൽ പാർട്ടി കുഞ്ഞുമനച്ചാൻ്റെ അമ്മച്ചി കടന്നു പോയി 102 അവിടെയും പോയ വഴിക്ക് ആ ദുഃഖഭവനത്തിൽ ചെന്ന് അല്പസമയങ്ങൾ ചെലവഴിച്ചു. ദൈവത്തിൻ്റെ മഹത്വം. വേറെ 1-2 സ്ഥലത്ത് പോകണമായിരുന്ന സമയം ലഭിക്കാഞ്ഞത് കൊണ്ട് ഒത്തില്ല. കർത്താവിൻ്റെ മഹത്വം. അതിനുശേഷമായിട്ട് ഇന്നലെ പകല് അങ്ങ് കുമ്പപ്പള്ളി യോഗമായിരുന്നു. എറണാകുളം തിരുവാങ്കുളത്തിനപ്പുറം. വണ്ടി ഓടി ചെന്നപ്പം തന്നെ 12 മണിയായി. ഞാൻ വിളിച്ച് പറഞ്ഞതുപോലെ അടക്കമുണ്ട്, അത് കഴിഞ്ഞേ വരുവുള്ളൂ. അവരും വെയിറ്റ് ചെയ്തു സന്തോഷത്തോടെ. അവിടെ ചെന്ന് 1:30 വരെ ശുശ്രൂഷിച്ചു. അതിനുശേഷമായിട്ട് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. ചില കാര്യങ്ങൾക്കൊക്കെ പോകണമായിരുന്നു എറണാകുളത്ത്. ആ കാര്യങ്ങൾ നടന്നു. അതിനുശേഷമായിട്ട് വൈകിട്ടത്തെ യോഗം പതിവിന് വിപരീതമായിട്ട് നേരത്തെ യോഗം തുടങ്ങി. അവർ 6 മണിക്ക് തുടങ്ങി. 6:45 ദൈവവചനം സംസാരിപ്പാൻ അവസരം തന്നു. 9:30 വരെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കാൻ ദൈവം കൃപ നൽകി. അതൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അതിനുശേഷം വേറൊരു വീട്ടിലെ ഭക്ഷണം ക്രമീകരിച്ച് അവിടെയും പോയി അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് രാത്രി വീട്ടിൽ വന്നപ്പം 1 മണിയായി. 1 മണിയായി. അപ്പം 1 മണിക്ക് വന്ന വഴിക്ക് ഇന്നത്തെ ചില ക്രമീകരണം ചെയ്യാനായിട്ട് അതും കൊണ്ടുവന്നു. ഞാൻ ഉറങ്ങിയില്ല. വന്നു കഴിഞ്ഞ് അടുക്കളയിൽ കയറി പെരുമാറി. അങ്ങോട്ട് എന്തിനായി മറച്ചു വെക്കുന്നേ? ഇവർ വീട്ടിലുള്ളവരൊക്കെ സഹായം ചെയ്യുന്നുണ്ട്. എങ്കിലും മെയിൻ വകുപ്പ് വരുമ്പം ഞാൻ അപ്പം മീൻകറിയെല്ലാം വെച്ചേച്ചാ 4 മണിയായെന്ന് കിടന്നപ്പം 6 മണിക്ക് എഴുന്നേറ്റു. 6 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ആത്മാവ് നിറഞ്ഞ് ബാക്കി കാര്യമെല്ലാം ക്രമീകരിച്ച് അതിനുശേഷം ആ സഹായത്തിന് വരുന്നത്. ഇത് കഴിഞ്ഞ് ഇനിയും വേറെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് യാത്രാ വിവരണമൊന്നും പറഞ്ഞതല്ല. സ്തോത്രം. ഇതെല്ലാം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ ഉറക്കവെളുപ്പ് യാത്രയൊക്കെ ഉള്ളത് കൊണ്ട് തൊണ്ടയ്ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയും കണ്ടും ചെയ്യണം. അത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ദൈവത്തിന് മകത്ത്. ഞാൻ എപ്പോഴും പറയും, ഉഴപ്പരുത്. സുവിശേഷ വേലക്കാരൊരിക്കലും ഉഴപ്പരുത്. ഉഴപ്പിയാൽ രക്ഷപ്പെടുകയല്ല. ലഭിക്കുന്ന അവസരം നന്നായിട്ട് ഉപയോഗിച്ചോണം. വിളിച്ചത് ദൈവമാ. നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തനാ. വഴി തുറക്കുവാൻ ദൈവം വിശ്വസ്തനാ. ഒരു വഴി അടച്ചാൽ 1000 വഴി ദൈവം തുറന്നു തരും. ആരും അടക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ദാവീദിന്റെ താക്കോ തോളിലുള്ള യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. രക്ഷിപ്പാൻ കഴിയാതെ വേണം. ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. അവൻ 5 അപ്പം എടുത്ത് കർത്താവ് തൃക്കരങ്ങളിലേക്ക് എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ വിളമ്പാൻ പറഞ്ഞു. എൻ്റെ ഭാഷ പറഞ്ഞ വിളമ്പി ഊപ്പാട് വന്നു. ഇങ്ങനെ എഴുതിയേക്കുന്നത് എല്ലാവരും ഭക്ഷിച്ച് തൃപ്തിപ്പെട്ടു. അവിടുത്തെ തൃക്കരത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? വചനം കേൾക്കുന്ന, വചനം അനുസരിക്കുന്ന, വചനം പഠിക്കുന്ന, വചനത്തെ ബഹുമാനിക്കുന്നവനെ തൃപ്തിപ്പെടുത്തുന്ന കരമാണ്. പ്രൈസ് ദി ലോർഡ്. 3 ദിവസമല്ലേ വചനം കേട്ടത്? 3 ദിവസം എഴുന്നേറ്റ് പോയില്ലല്ലോ, ഉഴപ്പിയില്ലല്ലോ, തൃപ്പാരത്തിലിരുന്ന് കേൾക്കുകയല്ലേ. അങ്ങനെ കേട്ടവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. വചനം കേൾക്കുന്നവരെ, വചനം പ്രമാണിക്കുന്നവരെ, വചനം അനുസരിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം നിന്റെ കുടുംബത്തെ തൃപ്തിപ്പെടുത്തും. നിന്റെ തലമുറയെ തൃപ്തിപ്പെടുത്തും. നിന്നെ ദൈവം തൃപ്തിപ്പെടുത്തും. ഓ, തൃക്കര നീട്ടിയാൽ നിനക്കും നിന്റെ കുടുംബത്തിനും ദൈവം വിടുതൽ തരും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓ, അപ്പമെടുത്ത് വാഴ്ത്തിയ കരം കുറുകിപ്പോയിട്ടില്ല. കർത്താവ് കൈവച്ച് തൊടേണ്ടതിന് പിള്ളേരെയും കൊണ്ടുവന്നു. ശിഷ്യന്മാരെ ആട്ടി വിലക്കി. അമ്മയുടെ കർത്താവ് പറഞ്ഞു, ശിശുക്കളെ തടയരുത്. അവരെ വിവരിക്കുന്നില്ല. കർത്താവ് തൃക്കൈ കുഞ്ഞുങ്ങളുടെ ശിരസിൽ വെച്ച് അവരെ അനുഗ്രഹിച്ചു. അവിടുത്തെ കരത്തിന്റെ പ്രത്യേകത നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന കരമാണ്. കേട്ടല്ലോ. ഒരു മുട്ട മേടിക്കാൻ ദൈവദാസന് ബുദ്ധിമുട്ടും സാഹചര്യവും മോശം. പക്ഷെ ദൈവം വഴി തുറന്നതും കണ്ടു. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ദോഷം
വന്നില്ല. നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന കരമാ. ഈ സാക്ഷ്യമൊക്കെ കേൾക്കുമ്പം കേട്ടേച്ച് ഇവിടെ വെച്ച് മാത്രം ഇങ്ങനെ ഈ സ്തോത്രം ഈ കൈപൊക്കിയാ പോരാ. സ്തോത്രം ഇത് എപ്പോഴും ഓർത്ത് സ്തോത്രം ചെയ്യണം. ഇതൊക്കെ കേക്ക് എന്തിനാ ഇവിടെ ഇവരെ കൊണ്ടുവരുന്നത്? നമ്മളതൊന്നുകൂടെ കേട്ട് ബലപ്പെടാനാ. ദൈവം ജീവിക്കുന്ന ദൈവം, ദൈവം വഴി തുറക്കുന്ന ദൈവം, ദൈവം നിന്നെ കൈവിടാത്ത ദൈവം. സാക്ഷ്യമൊക്കെ എന്തിന്? രോഗശാന്തിയുടെ സാക്ഷ്യം, ദൈവം വഴി തുറക്കുന്ന സാക്ഷ്യം കേൾപ്പിക്കുന്നതിന് ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുക. ലോകാവസാനം തന്നിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശിക്കുക. അവിടുത്തെ തൃക്കരം തലമുറകളെ അനുഗ്രഹിക്കുന്ന കരമാ. അവിടുത്തെ തൃക്കരം രോഗശാന്തി തരുന്ന കരമാ. അവിടുത്തെ തൃക്കരം അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നമ്മെ തൃപ്തിപ്പെടുത്തുന്ന കരമാ. എൻ്റെ വാക്ക് നിർത്തുക, പിന്നീട് നമുക്ക് സംസാരിക്കാം. ഉയർത്ത കർത്താവ് ബഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി അന്ത്യകാല കാര്യങ്ങളെല്ലാം പറഞ്ഞ് ദൈവത്തിന് മഹത്വം ആമന് അന്ത്യകൽപ്പനയും കൊടുത്തേച്ച് അവരെല്ലാം ആ ഒലിവുമലയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുക. ഞാൻ എപ്പോഴും പാടുന്ന പാട്ടാ, ഇഷ്ടമുള്ള പാട്ടാ, ടി കെ ഷൗമേൽ സാറ് ഇലന്തൂര്. ഞാനെപ്പോഴും പറയും, സാറ് കണ്ടതുപോലെ എഴുതി വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്ന സാറ് ഒലിവുമേലയിൽ ഉണ്ടായിരുന്നോന്ന് ഞാനങ്ങ് ചിന്തിക്കുക. ദൈവത്തിന് മകത്ത് അങ്ങനെ യേശു സ്വർഗത്തിലോട്ട് പോവുക. ശിഷ്യവൃന്ദങ്ങളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക. സാറ് കണ്ടതുപോലെ എഴുതി വെച്ചിരിക്കുക. ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ േ ചരണമുയർന്നു ഗഗനേഗതനായി താതനരികിലമർന്നുതാ. ചരണമുയർന്നു ഗഗനേഗതനായി താതനരികിലമർന്നു. അപ്പൊ പാടുന്നില്ല, ഇങ്ങനെ ചരണം ഉയർന്ന് ഗഗനേഗതനായി താതന്റെ അരികിലോട്ട് പോവുക. അങ്ങനെ പോകുമ്പോഴേ ഇങ്ങനെ വായിക്കുന്നത്, കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അങ്ങനല്ലേ? 24:50 വായിരേ. 24:50 വായിക്കേ. ഏത് 24 എത്രയോ 24 കിടക്കുന്നു. അല്ല, പുസ്തകമായിട്ട് വല്ല ബന്ധവും ഉണ്ടോ എന്നും കൂടെ അറിയണമല്ലോ. 24:50 പറഞ്ഞു കൊടുക്കരുത്. മാസം കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു, സ്വർഗാരോഹണം ചെയ്തു. കൈ ഉയർത്തി അവരെ ഞാനിങ്ങനെ പറയുന്നത്, ആ കൈ ഇപ്പോഴും ഉയർന്നു നിൽക്കുക. കൈ ഉയർത്തി ഇങ്ങനെ അനുഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് പോവുക. ആ തൃക്കര ഇപ്പോഴും ഉയർന്നു തന്നെ എന്ന് പറഞ്ഞാൽ ഈ താഴെ അവിടുത്തെ ഭജിക്കുന്ന, അവിടുത്തെ ആരാധിക്കുന്ന, അവിടുത്തെ സേവിക്കുന്ന സകല ദൈവമക്കളെയും അനുഗ്രഹിക്കുന്ന തൃക്കരം. ആ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയ കരം കുറുകിയിട്ടില്ല. അപ്പമെടുത്ത് വാഴ്ത്തിക്കൊടുത്ത കരം കുറുകിപ്പോയിട്ടില്ല. തലമുറകളെ അനുഗ്രഹിച്ച കരം കുറുകിപ്പോയില്ല. ഉയർത്തപ്പെട്ട കരം ഇന്ന് ഉയർന്നു നിൽക്കുക. ഈ തൃക്കരം ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന തൃക്കരമാ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. ഓ ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. പോരുകൾ സഹിച്ചും വൈരിക ജയിച്ചും പാരിതിൽ തിരുനാമ ഓക്ഷിപ്പാൻ ചേരുവിനതിമോ പിന്നത വേടിയ ഒന്നക പിന്നത വേടിയ ഒന്ന ഉന്നതോടുണർ ആമേ മന്നവന് നമുക്കെതിരെ, ആമേ മന്നവന് എതിരെ, ആമേനെ ശുഭിജനം ഭയമെന്തി ഓലേശവും നാമവന്ദാസരായി വസിച്ചിടാമേനെ ശുഭിജനം ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ടാമേ നാമവന്ദാസരായി വസിച്ചിടാ. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ.
ഇതുവരെയും ഈ സഭാഗത്തിൽ സംബന്ധിച്ച് എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുക. ആ കരങ്ങൾ വീശി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഒരു മിനിറ്റ് എല്ലാ കരങ്ങളും ഉയർത്തി. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ കരങ്ങൾ വീശി. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.